ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മാനു. സോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി, അതായത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് മാത്സിൽ നിന്ന് ചോദിക്കുന്ന ട്രെയിനുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്കറിയാം റെയിൽവേ ട്രെയിൻ നമ്മളുടെ ബന്ധം നമുക്കറിയാലോ. അപ്പോൾ ഈ ട്രെയിനുമായി റിലേറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കാറുണ്ട്, നമ്മുടെ മാത്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ? നമ്മുടെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ട്രെയിനുമായി ബന്ധപ്പെട്ട എങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക കേട്ടോ. സോ മെയിൻലി നമുക്ക് 3 സാഹചര്യങ്ങളുള്ളത്. അപ്പോൾ 3 സിനാരിയോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ഒന്നെങ്കിൽ ഒരു ട്രെയിൻ ഒരാളെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ കടന്നു പോകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പാലം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ചിലപ്പോൾ തുരങ്കം വരെ കടന്നു പോകുന്ന ട്രെയിനിൻ്റെ ഒരു സിനാരിയോ ഉണ്ട്. മൂന്നാം സിനാരിയോ ആയിട്ട് 2 ട്രെയിനുകൾ പരസ്പരം കടന്നു പോകുമ്പോൾ ഉള്ള ഒരു സിനാരിയോ ഉണ്ട്. മെയിൻലി 3 സിനാരിയോ ആണ് നമുക്കുള്ളത്. സോ ഈ 3 സിനാരിയോ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, പിന്നെ അതിൽ നിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ സിനാരിയോ ആണ് എന്ത്? പോസ്റ്റിനെ അഥവാ അല്ലെങ്കിൽ മനുഷ്യനെ കടന്നു പോകുന്ന ഒരു ട്രെയിൻ. സോ നമുക്കറിയാം എന്താണ്, ആസ് പെർ മാത്തമാറ്റിക്സ് നമ്മൾ മനുഷ്യനെയോ പോസ്റ്റിനെയോ പ്രത്യേകിച്ച് വില കൊടുക്കാറില്ല. കാരണം എന്താ, ഈ ട്രെയിനിന്റെ നീളം വെച്ച് നോക്കുമ്പോൾ ഈ പോസ്റ്റിന്റെയും മനുഷ്യന്റെയും വീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണക്കാക്കാവുന്നൊന്നുമില്ല. അപ്പോൾ ഒരു ബിന്ദു എന്ന രീതിയിലാണ്, ഒരു പോയിന്റ് എന്ന രീതിയിലാണ് പൊതുവേ നമ്മൾ എന്തിനെ കവർ ചെയ്യാറ്? നമ്മൾ ഒരു മനുഷ്യനെ കവർ ചെയ്യാറ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രെയിൻ നീളം 100 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഒരു ട്രെയിനിന്റെ നീളം 100 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 100 മീറ്ററുള്ള ഈ ട്രെയിൻ, നമ്മളൊരു മനുഷ്യൻ, ഇപ്പൊ ഈ മനുഷ്യന്റെ പേര് എ എന്നാണെന്ന് ഇരിക്കട്ടെ, ഈ എ എന്ന മനുഷ്യനെ കടന്നു പോവുകയാണ് എന്ന് വിചാരിക്കാം. സോ ഈ ഫസ്റ്റ് ഈ ആരോ മാർക്കുള്ള ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിന്റെ എഞ്ചിനാണ്. ഓക്കെ, ഈ ട്രെയിനിന്റെ എഞ്ചിൻ എ കടന്നു എന്ന് പറഞ്ഞ് ഈ ട്രെയിൻ മൊത്തം എ കടന്നു പോയി നമുക്കൊന്ന് പറയാൻ പറ്റുമോ? അതായത് ഈ ട്രെയിനിന്റെ എഞ്ചിൻ എ കടന്നു പോയി എന്ന് പറയുന്നിടത്ത് ട്രെയിൻ മൊത്തം എ കടന്നു പോയി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ ബാക്ക് സൈഡിലെ ഈ എഞ്ചിനും ലാസ്റ്റ് ഈ ബോഗിയും എന്ത് കടന്നു പോകണം? നമ്മുടെ മനുഷ്യനെ കടന്നു പോകണം അല്ലേ? ലാസ്റ്റത്തെ ഈ ബോഗിയും മനുഷ്യനെ കടന്നു പോകണം. ഈ ലാസ്റ്റത്തെ ഈ ബോഗി നീങ്ങി 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 ഇവിടെ വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ലാസ്റ്റത്തെ ഈ ബോഗി നീങ്ങി നീങ്ങി ഇവിടെ വന്നു. അപ്പോൾ ഈ ഫസ്റ്റത്തെ ബോഗി എത്ര ദൂരം അകലെയാണ് ഇരിക്കും വെൻ കമ്പയർഡ് ടു പഴയ ലൊക്കേഷൻ? അതായത് ഈ പഴയ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. ഈ ഫസ്റ്റ് ലൊക്കേഷനിൽ എഞ്ചിൻ കിടന്ന ഇടത്ത് ട്രെയിൻ ഓടി ഓടി നമ്മുടെ ലാസ്റ്റ് ആയപ്പോൾ ട്രെയിനിന്റെ ലാസ്റ്റ് ബോഗി ഈ എഞ്ചിനോട് നേരെ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ എഞ്ചിൻ എത്ര ദൂരം ഓടിയിട്ടുണ്ടാകും എന്നാണ് എന്റെ ചോദ്യം. നോക്കിയേ, ട്രെയിനിന്റെ നീളം 100 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ എഞ്ചിൻ ഓടി 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 ഈ ലെവലിൽ എത്തണമെങ്കിൽ എത്ര മീറ്റർ എഞ്ചിൻ ഓടിയിട്ടുണ്ടാകും? എഞ്ചിൻ 100 മീറ്റർ അഥവാ ട്രെയിനിന്റെ നീളം എത്രയാണോ അത്രയും ഓടിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ഈ എ എന്ന ഈ പോയിന്റിനെ കടക്കാൻ വേണ്ടി എഞ്ചിൻ അഥവാ എഞ്ചിൻ ആയാലും ട്രെയിൻ ആയാലും മൊത്തം എത്ര ദൂരം ഓടും? ആ ട്രെയിനിന്റെ നീളം ആയ എത്രയാണോ തന്നേക്കുന്നത്, അല്ലെങ്കിൽ എൽ മീറ്റർ അല്ലെങ്കിൽ എൽ സെന്റിമീറ്റർ, എൽ കിലോമീറ്റർ, എത്രയാണെങ്കിലും എൽ മീറ്റർ ആയിട്ടാണ് പൊതുവെ നമ്മൾ സൂചിപ്പിക്കാറ്. ഈ എൽ മീറ്റർ എന്ന ഈ ഡിസ്റ്റൻസിനെ നമ്മുടെ ട്രെയിൻ ഓടിക്കടന്നിരിക്കും. എങ്ങനെ? ഒരു പോയിന്റ് അഥവാ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ ഓവർടേക്ക് ചെയ്തു എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ട്രെയിൻ എത്ര ദൂരം ഓടിയിട്ടുണ്ടാകും? ട്രെയിനിന്റെ നീളം എത്രയാണോ അത്രയും ദൂരം ഓടിയിട്ടുണ്ടാകും. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ലോജിക് കിട്ടാൻ നമുക്ക് ഇതുപോലത്തെ എല്ലാ ചോദ്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കറിയാം എന്താണ്, മനുഷ്യനാണെങ്കിൽ നടക്കും ആണല്ലോ, മനുഷ്യൻ നടക്കും. ഒരു പക്ഷേ എ എന്നീ മനുഷ്യൻ ട്രെയിനിന്റെ ഈ സൈഡിലേക്ക് നടക്കുകയാണ്. ഓക്കെ, ട്രെയിൻ പോകുന്ന അതേ ദിശയിലേക്ക് നടക്കുകയാണ്. ട്രെയിൻ ഇതാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇത് ലാസ്റ്റ് ബോഗി, ഇത് ഫസ്റ്റ് ബോഗിക്ക് എഫ് എന്ന് പേര് കൊടുക്കാം, ലാസ്റ്റ് ബോഗിക്ക് എൽ എന്ന് പേര് കൊടുക്കാം. ഈ ഫസ്റ്റ് ബോഗി ഇങ്ങനെ ട്രെയിൻ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ മനുഷ്യന്റെ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവർ ആണെന്ന് വിചാരിക്കാം. അതായത് ഈ മനുഷ്യൻ 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ഓടി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രെയിൻ പോകുന്നത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 100 കിലോമീറ്റർ പെർ അവർ ആണെന്ന് വിചാരിക്കാം. 100 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഈ ട്രെയിൻ ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് സ്പീഡ് അഥവാ
താരതമ്യ ആപേക്ഷിക വേഗത എത്രയായിരിക്കും? എത്രയാവാം? 90 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും അല്ലേ? 90 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും എന്ത് ഈ ട്രെയിനിന്റെ അല്ലെങ്കിൽ ഈ ഒരു സീനിലെ എന്താണ് എഫക്റ്റീവ് സ്പീഡ് അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും. ഓക്കെ, കാരണം നമ്മുടെ ഈ എ എന്ന ഈ ചേട്ടനും നമ്മുടെ ഈ ട്രെയിനും ഒരേ ദിശയിലേക്കാണ് ഓടുന്നത് അല്ലേ? ഒരേ ദിശയിലേക്ക് ഓടുന്ന കാരണം നമുക്ക് എന്ത് പറയാം? ഇതിന്റെ രണ്ടിന്റെയും വേഗതകളുടെ വ്യത്യാസമാണ് അല്ലെങ്കിൽ സ്പീഡുകളുടെ ഡിഫറൻസ് ആണ് എന്ത് വരിക? എഫക്റ്റീവ് സ്പീഡ് വരിക. ഓക്കെ, എന്ത് വരിക? എഫക്റ്റീവ് സ്പീഡ് വരിക. ഓക്കെ, ഇനി നമ്മുടെ ഈ ചേട്ടൻ ഓടുന്നത് ഇങ്ങോട്ടല്ല എന്ന് വിചാരിക്കാം, ഓടുന്നത് ഈ ട്രെയിനിന്റെ കുറുകെയാണ്, ട്രെയിനിന്റെ അതേ എതിർ ദിശയിലാണ്. ഓക്കെ, അതായത് ഈ ചേട്ടൻ ഇപ്പോൾ ഓടുന്നത് എന്താണ്? ട്രെയിൻ പോകുന്നത് കിഴക്കോട്ടാണെങ്കിൽ ഈ ചേട്ടൻ ഓടുന്നത് പടിഞ്ഞാറോട്ടാണ്, അല്ലെങ്കിൽ ട്രെയിൻ ഓടുന്നത് വടക്കോട്ടാണെങ്കിൽ ഈ ചേട്ടൻ ഓടുന്നത് തെക്കോട്ടാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് എന്ത് വരും? അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് വരിക എത്രയാണ്? രണ്ടിന്റെയും സം ആണ്, അഥവാ രണ്ടിന്റെയും തുകയാണ് വരിക. എത്ര വരും? 110 കിലോമീറ്റർ പെർ അവർ എന്ന് വരും അല്ലേ? 110 കിലോമീറ്റർ പെർ അവർ വരും എന്ത് സ്പീഡിന്റെ എഫക്റ്റീവ് സ്പീഡ്, ഈ സിനാരിയോയിലെ എഫക്റ്റീവ് സ്പീഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കട്ടെ. ജസ്റ്റ് ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരു സൈക്കിൾ കൊണ്ട് ഒരു ഇറക്കം ഇറക്കുകയാണെന്ന് വിചാരിക്കാം, സൈക്കിളോ ബൈക്കോ എനിത്തിങ്. ഓക്കെ, ഒരു വണ്ട് നിങ്ങൾക്ക് നേരെ പറന്നു നിങ്ങൾ നെറ്റിത്തൊന്ന് ഇടിച്ചാൽ നിങ്ങൾക്ക് നന്നായി വേദനിക്കും ഇല്ലേ? കാരണം എന്താണ്? നമ്മൾ ആ ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മുടെ സ്പീഡും വണ്ട് നമ്മൾ എതിരെ വരുന്ന ആ സ്പീഡും കൂട്ടിയുള്ള ടോട്ടൽ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ നല്ല സ്പീഡിൽ വന്ന വണ്ടി നമ്മൾ നെറ്റിത്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സിനാരിയോ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് കൂടുകയും ഒരേ ഡയറക്ഷനിൽ ഓടുകയാണെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് കുറയുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാം. അതായത് ഇതിൽ മനുഷ്യൻ അനങ്ങുന്ന കുറെ ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാൻ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ. ഓക്കെ ആണല്ലോ? മനസ്സിലായില്ലേ? സോ നമുക്ക് രണ്ടാമത്തെ സിനാരിയോയിലേക്ക് പോകാം. രണ്ടാമത്തെ സിനാരിയോ ആണ് എന്ത്? പാലവും പ്ലാറ്റ്ഫോമും കടക്കുന്ന ട്രെയിൻ. ഇതിൽ ഒരു കൺസെപ്റ്റ് കൂടിയും ഇൻക്ലൂഡ് ചെയ്യാം. എന്താണ്? തുരങ്കം എന്നൊരു കൺസെപ്റ്റ് കൂടിയും നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം തുരങ്കം, പാലം, പ്ലാറ്റ്ഫോം ഈ മൂന്ന് കൺസെപ്റ്റുകളും എന്താണ്? അനങ്ങാതെ ഇരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണല്ലേ? തുരങ്കം, പാലം, പ്ലാറ്റ്ഫോം ഈ മൂന്നെണ്ണവും അനങ്ങുന്നില്ല, സ്റ്റേബിൾ ആണ് ആണല്ലോ. ഇതെല്ലാം കടന്നു പോകുമ്പോഴുള്ള ടോട്ടൽ ലെങ്ത് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇതൊരു പാലമാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ഓടി വരാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിൻ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബോഗി, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോഗി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോഗി. ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു കുറേ ബോഗികൾ വേറെ ഉണ്ട്. സോ നമ്മുടെ പാലം എന്ന് പറയുന്നത് എ തൊട്ട് ബി വരെയുള്ള ഫുൾ ലെങ്ത് ആണ് സ്മോൾ ലെറ്റർ എൽ എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ എ മുതൽ ബി വരെയുള്ള പാലത്തിന്റെ മൊത്തം നീളം സ്മോൾ ലെറ്റർ എൽ ആണെന്ന് വിചാരിക്കുക. ട്രെയിനിന്റെ നീളം ക്യാപിറ്റൽ ലെറ്റർ എൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ലാസ്റ്റ് ബോഗിയുടെ എൽ അല്ല, ലെങ്ത് എൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ട്രെയിൻ പാലത്തിലേക്ക് കയറി എന്ന് പറയുമ്പോൾ എന്താണ്? എൻജിൻ, അതായത് ഫസ്റ്റ് ബോഗി എന്താണ്? ജസ്റ്റ് പാലത്തിലേക്ക് എൻ്റർ ചെയ്തു എന്നാണ് അർത്ഥം അല്ലേ? ഫസ്റ്റ് ബോഗി ജസ്റ്റ് പാലത്തിലേക്ക് എൻ്റർ ചെയ്തു എന്നതാണ് അർത്ഥം. സോ നമ്മുടെ ട്രെയിൻ ഓടി 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 ഫസ്റ്റ് ബോഗിയെ ഇവിടെ എത്തി, അതായത് ബിയിലെത്തി. ഓക്കെ, ഫസ്റ്റ് ബോഗി എവിടെ എത്തി? ബിയിലെത്തി. സെക്കൻഡ് ബോഗി ഇത് ഇവിടെ എത്തിയുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ബോഗി ഇത് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ബോഗി ഇവിടെ എത്തിയിട്ടുള്ളൂ. നമുക്ക് പറയാൻ പറ്റുമോ ഈ കേസിൽ നമ്മുടെ തീവണ്ടി പാലം കടന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, കാരണം ഫസ്റ്റ് ബോഗിയെ എഫിൽ എത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ ബിയിൽ എത്തിയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ ഫുൾ തീവണ്ടി പുറത്തേക്ക് ഇറങ്ങിയാലേ നമുക്ക് പാലം കടന്നു എന്ന് പറയാൻ പറ്റൂ അല്ലേ? അപ്പോൾ ഇത്രയും നേരം കൊണ്ട് തന്നെ ഫസ്റ്റ് ബോഗി എത്ര ദൂരം ഓടി? സ്മോൾ ട്രെയിൻ ദൂരം ഓടി അല്ലേ? പാലത്തിന്റെ ഫുൾ നീളം കൊണ്ട് ഓടി നമ്മുടെ തീവണ്ടി അല്ലേ? സോ ഇനി നമുക്ക് എന്താണ്? ഈ ലാസ്റ്റ് ബോഗി എവിടെ എത്തണം? ബിയിൽ എത്തണം ആണല്ലോ.
ഈ ലാസ്റ്റ് ബോഗി ഈ ബി എന്ന പോയിന്റിൽ എത്തണമെങ്കിൽ ഫസ്റ്റ് ബോഗി എന്തോരം ഓടണം നമ്മുടെ ട്രെയിനിന്റെ നീളമായ ക്യാപിറ്റൽ ലെറ്റർ എല്ല് ഓടണം അല്ലേ? ഈ ലാസ്റ്റ് ബോഗി ബിയിൽ എത്തണമെങ്കിൽ ഫസ്റ്റ് ബോഗി എന്തോരം കൂടി ഓടണം ഇനി നമ്മുടെ ഈ ലെങ്ത് ഏത് ലെങ്ത് ആണ്? ട്രെയിനിന്റെ നീളത്തിന്റെ അത്രയും ഒന്നുകൂടി ഓടണം. എന്നാലേ എത്തുള്ളൂ? ലാസ്റ്റ് ബോഗി ബിയിലെത്തി നമ്മൾ ഈ പാലം കടന്നു എന്ന് പറയുള്ളൂ. ആണല്ലോ? സോ ടോട്ടൽ ആ ട്രെയിൻ ഓടിയ ലെങ്ത് എത്രയാണ്? പാലത്തിന്റെ നീളം പ്ലസ് ട്രെയിനിന്റെ നീളം. ഓക്കെ, ഓർത്തിരിക്കുക. പാലത്തിന്റെ നീളം പ്ലസ് ട്രെയിനിന്റെ നീളം. ഓക്കെ ആണല്ലോ? ഇതേ സാധനമാണ് എവിടെ യൂസ് ചെയ്യുന്നത്? പ്ലാറ്റ്ഫോമിലും തുരങ്കത്തിന്റെ കേസിലും ഉപയോഗിക്കുന്നത്. പ്ലാറ്റ്ഫോമും തുരങ്കവും മാത്രമല്ല, നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിന്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിന്റെ കേസിലും വേണമെങ്കിൽ നമുക്ക് ഇതേ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിന്റെ കേസിൽ നമുക്ക് ഇതേ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഇതിൽ നിന്ന് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ നമ്മുടെ തേർഡ് സിനാരിയോയിൽ വരുന്നുള്ളൂ. ഏകദേശം സിമിലർ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ വ്യത്യാസം വരികയെന്ന് വെച്ചാൽ ഇവിടെ ഒരു സാധനം, അതായത് പാലവും പ്ലാറ്റ്ഫോം തുരങ്കം, ഈ മൂന്ന് സാധനവും സ്റ്റേബിൾ ആണ്, അഥവാ അനങ്ങുന്നില്ല. ആകെ എന്തേ അനങ്ങുന്നുള്ളൂ? നമ്മുടെ ട്രെയിൻ മാത്രമേ അനങ്ങുന്നുള്ളൂ. പക്ഷേ നമ്മുടെ മൂന്നാമത്തെ സിനാരിയോയിലേക്ക് കടന്നാൽ എന്ത് പറയാം? മൂന്നാമത്തെ സിനാരിയോ പറഞ്ഞാൽ നമ്മുടെ രണ്ട് ട്രെയിനുകളും അനങ്ങുകയാണ്. ഇവിടെ രണ്ട് ട്രെയിനുകൾ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കേസുകളുണ്ട്. അവിടെ രണ്ട് കേസുകൾ ഏതൊക്കെയാ നോക്കാം. ഒരു കേസാണ് എന്ത്? സെയിം ഡയറക്ഷൻ. ഈ രണ്ട് ട്രെയിനും സെയിം ഡയറക്ഷനിൽ ഓടുമ്പോൾ ഒരു കേസ്. രണ്ടാമത്തെ കേസാണ് എന്ത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഈ ട്രെയിൻ രണ്ടും എതിർവശം, അതായത് പരസ്പരം കൂട്ടിമുട്ടുന്ന അതേ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഒരു കേസ് ഉണ്ട്. ഈ രണ്ട് കേസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ വരിക? ഞാൻ ഫസ്റ്റ് കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്? ഒരേ ദിശയിൽ പോയാൽ ആപേക്ഷിക വേഗത അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ് സ്പീഡ് എന്ത് വരിക? എഫക്റ്റീവ് സ്പീഡ് റിലേറ്റീവ് സ്പീഡ് എന്ത് വരും? ഡിഫറൻസ് ആണ് വരിക അല്ലേ? ഒരേ ദിശയിൽ ഓടുമ്പോൾ ആപേക്ഷിക വേഗത അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ത് വരും? ഉള്ള രണ്ട് വണ്ടികളുടെയും സ്പീഡിന്റെ വ്യത്യാസം വരും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണ്? സം ആണ് വരിക, അഥവാ തുകയാണ് വരിക അല്ലേ? തുകയാണ് വരിക. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ ആദ്യത്തെ കേസിലെ ചെറിയ ഭാഗവും രണ്ടാമത്തെ കേസിലെ പാലം പോലത്തെ സംഭവങ്ങൾ പറഞ്ഞതും ചേർത്ത് എഴുതിയാൽ നമുക്ക് ഈ മൂന്നാമത്തെ കേസ് കിട്ടും. ഓക്കെ, കാരണം എന്താണ്? ഇപ്പോൾ ഒരു ട്രെയിൻ ഓടുകയാണ്. ഇതാണ് ഫസ്റ്റ് ട്രെയിൻ A1 B1 അല്ലെ AB എന്ന് തന്നെ പേരെടുക്കാം. AB എന്നൊരു ട്രെയിൻ ഇങ്ങോട്ട് ഓടുകയാണ്. CD എന്നൊരു ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. CD. അപ്പോൾ ഈ ആദ്യത്തെ ട്രെയിൻ അതിന്റെ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ എല്ലും രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത് സ്മോൾ ലെറ്റർ എല്ലും ആണെങ്കിൽ ഇവ പരസ്പരം കടന്നുപോയി എന്ന് പറയണമെങ്കിൽ രണ്ട് ട്രെയിനും എത്ര ദൂരം ഓടണം? രണ്ട് ട്രെയിനും L+L ദൂരം ഓടണം. കാരണം എന്താണ്? ഇവിടെ ഈ ട്രെയിൻ ജസ്റ്റ് ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞാൽ, അതായത് ഈ ട്രെയിൻ നീങ്ങി ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ നീങ്ങി നോക്കിയേ, ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. ഇവിടെ D എത്തി, C ഇവിടെ എത്തി. ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ട്രെയിൻ ഈ വലിയ ട്രെയിനിനെ ക്രോസ് ചെയ്ത് പോയി എന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. ആകെ ഈ സ്മോൾ ലെറ്റർ ഈ C എന്തോരം ദൂരം സഞ്ചരിച്ചു? ഈ സ്മോൾ ലെറ്റർ L ദൂരമേ സഞ്ചരിച്ചിട്ടുള്ളൂ. നമുക്ക് എപ്പോഴങ്ങനെ പറയാൻ പറ്റുക? D എന്ന പോയിന്റ് എവിടെ വരണം? ഇവിടെയും C എന്ന പോയിന്റ് കുറച്ചപ്പുറത്തേക്ക് മാറിയും വരണം. അപ്പോൾ ഈ C എന്തോരം ദൂരം സഞ്ചരിച്ചു? ട്രെയിനിന്റെ ഫുൾ നീളം സഞ്ചരിച്ചില്ലേ ഈ D എന്ന ബോഗി ഈ എയിൽ നിന്നും B വരെ എത്താൻ വേണ്ടി ഈ ക്യാപിറ്റൽ L എന്ന മൊത്തം നീളം സഞ്ചരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ മൊത്തം സഞ്ചരിച്ച ദൂരം എത്രയാണ്? ക്യാപിറ്റൽ L പ്ലസ് സ്മോൾ l എന്ന് പറയാം. അതായത് ഈ ട്രെയിൻ മൊത്തം സഞ്ചരിച്ച ദൂരം എത്രയാണ്? ക്യാപിറ്റൽ L പ്ലസ് സ്മോൾ ലെറ്റർ L ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. നമുക്ക് നേരത്തെ പ്ലാറ്റ്ഫോമിന്റെ കേസ് പറഞ്ഞ അതേ കേസാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പ്ലാറ്റ്ഫോമിന്റെ കേസ് പറഞ്ഞ അതേ കേസാണ് വരുന്നത്. ഓക്കെ, ആകെ എന്താ വ്യത്യാസം വരിക? ഇവിടെ ടോട്ടൽ സ്പീഡ്
എന്തൊക്കെ എഫക്റ്റീവ് സ്പീഡ് എത്ര വരും? സം ഓഫ് ദ സ്പീഡ് വരും, സം ഓഫ് സ്പീഡ്സ് വരും. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ എവിടെ വരുള്ളൂ? ഈ കേസിൽ വരികയുള്ളൂ. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? സോ ഇനി ഈ രണ്ട് ട്രെയിനും ഒരേ ഡയറക്ഷൻ സഞ്ചരിക്കുന്നെങ്കിൽ എന്താണ്? സെയിം സിനാരിയോ ആണ്. ഡിസ്റ്റൻസിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും വരില്ല. എന്താണ്? L+N തന്നെയായിരിക്കും ഡിസ്റ്റൻസ്. പക്ഷേ ടോട്ടൽ സ്പീഡ് എന്താകും? ടോട്ടൽ സ്പീഡ് എന്താകും? ടോട്ടൽ സ്പീഡ് എന്ത് വരും? ഡിഫറൻസ് വരും. എന്ത് വരും? ഡിഫറൻസ് വരും. എന്താണ്? രണ്ട് ട്രെയിനിന്റെയും വേഗതകളുടെ വ്യത്യാസം വരും. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്കിവിടെ അറിയാം നമുക്ക് എന്താണ് റെയിൽവേ ഗ്രൂപ്പ് ഡി, അത് RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയൊരു റാപ്പിഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്തൊക്കെ ഓഫർ ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്കുകളും മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ചേരാൻ ഇനിയും നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. RRB ഗ്രൂപ്പ് ഡി എഴുതണം, നമുക്ക് ജോലി നേടണം എന്നൊരു ആഗ്രഹമുള്ളവരെല്ലാം നമുക്ക് ധൈര്യമായിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ റാപ്പിഡ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, എന്താണ്? 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ അതേ ദിശയിൽ 1 km/h വേഗതയിൽ നടക്കുന്ന ഒരാളെ 30 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു എങ്കിൽ ആ ട്രെയിനിന്റെ വേഗത എത്ര? ഇതാണ് ചോദ്യം. നോക്കിയേ, ഇവിടെ എന്താണ്? നമ്മുടെ ചേട്ടൻ നടന്നു പോവാണ് അല്ലേ? നമ്മുടെ ചേട്ടൻ നടക്കാണ്. എത്രയാണ്? 1 km/h സ്പീഡിലാണ് നടക്കുന്നത്. ഓക്കെ, മാത്രമല്ല എന്താ നടക്കുന്നത്? 150 മീറ്റർ ആണ് ട്രെയിനിന്റെ നീളം. ഓക്കെ, ട്രെയിനിന്റെ നീളം 150 മീറ്റർ ആണ്. ആള് നടക്കുന്ന സ്പീഡ് തന്നിട്ടുണ്ട്, എത്ര സെക്കൻഡ് കൊണ്ട് കടന്നു പോയി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഈ ആളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒരാളെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കും? നമ്മുടെ ആൾക്കാര് ട്രെയിനിന്റെ നീളം എത്രയാണോ അത്രയും ദൂരം സഞ്ചരിക്കും അല്ലേ? ട്രെയിനിന്റെ ദൂരം എത്രയാണോ അത്രയും ദൂരം സഞ്ചരിക്കും. അപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു? 150 മീറ്റർ നമ്മുടെ ട്രെയിൻ സഞ്ചരിച്ചു. എന്തിന്? ഈ ആളെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ. അത്രയും വലിയ ട്രെയിൻ, 150 മീറ്റർ നീളമുള്ള ട്രെയിൻ 150 മീറ്റർ തന്നെ സഞ്ചരിച്ചു. ഇനി എന്താ നടക്കുന്നത്? എത്ര നേരം കൊണ്ട് സഞ്ചരിച്ചേ? 30 സെക്കൻഡ് കൊണ്ടാണ് സഞ്ചരിച്ചേ അല്ലേ? അപ്പോൾ സ്പീഡ് എത്രയാണ്? 150/30 ആണ്. ആൻസർ എന്ത് വരും? 5 മീറ്റർ/സെക്കൻഡ് വരും. പക്ഷേ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ, ഓപ്ഷൻസ് ഒക്കെ എന്തിലാണ്? km/h അല്ലേ? ഓപ്ഷൻസ് ഒക്കെ എന്തിലാണ്? km/h അല്ലേ? km/h നമ്മുടെ തന്നേക്കുന്നത് അല്ലേ? ഇനി എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ രണ്ട് മൂവിങ് അല്ലേ? ഏതൊക്കെയാണ്? ട്രെയിനും അനങ്ങുന്നുണ്ട്, ആ മനുഷ്യനും എന്താണ് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? മനുഷ്യനും അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യന്റെ സ്പീഡ് എത്രയാണ് തന്നേക്കുന്നത്? km/h തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മാറ്റാം? നമുക്ക് ഈ ട്രെയിനിന്റെ ഈ സ്പീഡിനെ നമുക്ക് എന്തിനേക്കാണ്? ട്രെയിനിന്റെ സ്പീഡ് അല്ല ശരിക്കും, എന്താണ്? എഫക്റ്റീവ് സ്പീഡാണ്. കാരണം എന്താണ്? മനുഷ്യനും ട്രെയിനും അനങ്ങുന്ന കാരണം ഈ 5 മീറ്റർ/സെക്കൻഡ് തന്നേക്കുന്നത് എന്താണ്? എഫക്റ്റീവ് സ്പീഡാണ്. ഓക്കെ, ഈ എഫക്റ്റീവ് സ്പീഡ് നമുക്ക് എന്തിലേക്ക് മാറ്റാം? km/h എന്ന യൂണിറ്റിലേക്ക് മാറ്റാം. എങ്ങനെയാ മാറ്റുക? km/h മാറ്റുന്നത് എങ്ങനെയാണ്? 5 × 18/5 അല്ലേ? മീറ്റർ/സെക്കൻഡിനെ km/h മാറ്റാൻ എന്താണ്? 18/5 ആണ് എടുക്കണ്ടേ അല്ലേ? 18/5 ആണ് എടുക്കണ്ടേ അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ 18/5 ആണ് എടുക്കുമ്പോൾ എന്താ വരിക? ഇത് എത്ര കിലോമീറ്റർ വരും? 18 km/h എന്ന ആൻസർ കിട്ടും അല്ലേ? എത്രയാണ്? 18 km/h ആണ് എന്ത്? നമ്മുടെ വേഗത അല്ലേ? 18 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, 1 km/h ആണ് നമ്മുടെ മനുഷ്യൻ പോകുന്ന സ്പീഡ്. എഫക്റ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 18 km/h ആണ്. കാരണം എന്താണ്? വ്യത്യാസമല്ലേ വരുന്നത്. ഇപ്പൊ എന്താണ്? ട്രെയിനിന്റെ സ്പീഡ് മൈനസ് 1 km/h ആണ് എത്ര? 18 km/h വരിക അല്ലേ? സോ ട്രെയിനിന്റെ സ്പീഡ് എത്ര വരും? TS എത്ര വരും? 18 + 1 വരും, which is equal to 19 km/h വരും അല്ലേ? 19 km/h വരും എന്ത്? ട്രെയിനിന്റെ സ്പീഡ് അല്ലേ? അപ്പൊ ഏത് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 19 km/h ആണ് എന്ത് വരിക? ട്രെയിനിന്റെ സ്പീഡ് വരിക. സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എല്ലാവർക്കും?
വളരെ ഈസി ക്വസ്റ്റൻ ആയിരുന്നു, വളരെ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സോ നമുക്ക് ഈ ക്വസ്റ്റൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ്, നമ്മുടെ രണ്ടാമത്തെ മോഡലിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ്? 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 300 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ 15 സെക്കൻഡ് വേണമെങ്കിൽ ആ ട്രെയിനിന്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചത്. നോക്കാം നമുക്ക്. നമുക്കറിയാം എന്താണ് മൊത്തം ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം ഡിസ്റ്റൻസ് എങ്ങനെ കാണുക? ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളം ആഡ് ചെയ്താൽ മൊത്തം ദൂരം കിട്ടും അല്ലേ? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 450 മീറ്റർ ആണ് അല്ലേ? കാരണം എന്താണ്? ട്രെയിനിന്റെ നീളം 150 മീറ്റർ, പ്ലാറ്റ്ഫോമിന്റെ നീളം 300 മീറ്റർ, മൊത്തം നീളം 450 മീറ്റർ അല്ലേ? സോ ഇനി എന്താണ്? ടൈം ആണ്. ടൈം എത്ര തന്നെ? 15 സെക്കൻഡ് കൊണ്ട് കടന്നു എന്ന് പറയണേ. 15 സെക്കൻഡ് ആണ് ടൈം. അപ്പോൾ സ്പീഡ് എത്ര വരും? സ്പീഡ് എത്ര വരും? 450 ഡിവൈഡഡ് ബൈ 15 വിച്ച് ഈസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ വരും അല്ലേ? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഓപ്ഷൻ നമുക്ക് ആൻസർ എന്താണ്? നമുക്ക് കിലോമീറ്റർ പെർ അവർ നോക്കിയാലോ? കാരണം എപ്പോഴും എന്താണ് നമുക്ക് ആൻസർ എപ്പോഴും മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും കിലോമീറ്റർ പെർ അവറിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 30 മീറ്റർ പെർ സെക്കൻഡ് ആൻസർ ആയി നമുക്ക്. പക്ഷെ നമുക്ക് ട്രെയിനിന്റെ സ്പീഡൊക്കെ കിലോമീറ്റർ പെർ അവർ പറയുമ്പോഴല്ലോ ഗുമ്മ്. നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ എത്രയാണെന്ന് നോക്കാം. അപ്പൊ എത്രയാണ് വരിക? 30 ഇൻറ്റു 18/5. അപ്പൊ കട്ട് ചെയ്ത് കളയുമ്പോൾ 6 വരും. 6 ഇൻറ്റു 18 ആണ് ആൻസർ വരിക. എത്ര വരും? 6 ഇൻറ്റു 18 108 വരും. 108 മീറ്റർ പെർ സെക്കൻഡ് അല്ല, കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇപ്പൊ ടോട്ടൽ സ്പീഡ് ഒന്നെങ്കിൽ 30 മീറ്റർ പെർ സെക്കൻഡ് അഥവാ 108 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഓപ്ഷൻ. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ എന്താണോ കാണിക്കുന്നത് അതനുസരിച്ച് ആൻസർ എഴുതുക. ആൻസർ ഒന്നെങ്കിൽ 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും, അല്ലെങ്കിൽ 108 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നോക്കാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയേ, നമ്മുടെ മൂന്നാമത്തെ മെത്തേഡിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കി എന്താണ് പറയുന്നത്? 36 kmph 72 kmph വേഗതയുള്ള 2 ട്രെയിനുകൾ. ഓക്കെ, 2 ട്രെയിനുകൾ ഉണ്ട് ഇവിടെ കേട്ടോ. 2 ട്രെയിനുകൾ ഉണ്ട്. ഈ 2 ട്രെയിനുകൾ എങ്ങനെയാണ്? എതിർ ദിശയിലായാണ് ഓടുന്നത്. ഓക്കെ, ഒരുമിച്ച് എതിർ ദിശയിലാണ് ഓടുന്നത്. സോ ഈ എതിർ ദിശയിൽ ഓടുമ്പോൾ എന്താ പറയുന്നത്? ഒരു ട്രെയിനിന്റെ നീളം 150 മീറ്ററും മറ്റേ ട്രെയിനിന്റെ നീളം x മീറ്ററും ആണെന്ന് പറയുന്നത്. ഇവ പരസ്പരം കടന്നു പോകുന്ന എത്ര സെക്കൻഡ് കൊണ്ടാണ്? 15 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഈ എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. അതായത് രണ്ടാമത്തെ ട്രെയിനിന് എത്ര നീളം ഉണ്ടെന്ന് ചോദിച്ചത്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് നോക്കിയേ, 36നെയും ഈ 72നെയും എന്തിലേക്ക് മാറ്റുക? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. കാരണം എന്താണ്? ബാക്കി എല്ലായിടത്തും മീറ്ററും സെക്കൻഡും ഉള്ളൂ. അല്ല, ഓപ്ഷനിൽ വരെ മീറ്റർ നടക്കുന്നത്, കിലോമീറ്റർ വന്നിട്ടില്ല. അപ്പൊ കിലോമീറ്ററിനുള്ളതിനെ നേരെ എന്തിലേക്ക് ആക്കാം? മീറ്ററിലേക്ക് ആക്കാം. അപ്പൊ എന്ത് വരും? 36നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് 36 ഇൻറ്റു എത്രയാണ്? 5/18. അപ്പൊ എത്ര വരും? 2 വരും. ആൻസർ വരും 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. 36 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 72 എന്തായിരിക്കും? എളുപ്പമാണ്. എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ? 72 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി ഞാൻ ചോദ്യം ശ്രദ്ധിക്കുക. എതിർ ദിശയിലാണ് ഓടുന്നത്, അതായത് പരസ്പരം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ എഫക്റ്റീവ് സ്പീഡ് എന്ത് വരും? ES അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് എന്ത് വരും? 30 20 10 എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് വരും അല്ലേ? എത്ര വരും? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് എഫക്റ്റീവ് സ്പീഡ് വരിക അല്ലേ? 30 മീറ്റർ പെർ സെക്കൻഡ് എഫക്റ്റീവ് സ്പീഡ് വരും. സോ നമുക്ക് എന്താ എഴുതാം? സ്പീഡ് എന്താക്കി എഴുതാം? സ്പീഡ് ഈസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഇനി ഈ 30 മീറ്റർ സെക്കൻഡ് എത്ര ദൂരം ഉണ്ട്? 15 സെക്കൻഡ് ആണുള്ളത് അല്ലേ? 15 സെക്കൻഡ് ആണ് 30 മീറ്റർ പെർ സെക്കൻഡ് ഓടുന്നത്. ഓക്കെ, പിന്നെ നടക്കുന്നത് എന്താണ്? 2 ട്രെയിനുകളുടെ നീളം തന്നിട്ടുണ്ട്. ഒന്ന് 150ഉം രണ്ടാമത്തെ എക്സും ആണ് തന്നേക്കുന്നത്. 2 ട്രെയിനുകളുടെ നീളം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ഡി എന്ന് പറയുന്നത് എത്രയാണ്? 150 പ്ലസ് എക്സ് ആണ്. ഓക്കെ, നമുക്കറിയാം എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചൂടെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? നോക്കിയേ, ഡി ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? 30 ഇൻറ്റു 15 എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 450 അല്ലേ? 450 മീറ്റർ ആണ് എന്ത് സഞ്ചരിച്ചത്? നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഉള്ളത്. ഈ 450 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്?
150 പ്ലസ് എക്സ് ആണ് അല്ലേ? 150 പ്ലസ് എക്സ് ആണ് എത്ര? 450 മീറ്റർ. അപ്പൊ എക്സ് എത്ര വരും? എക്സ് വരിക 300 മീറ്റർ എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം എത്രയാണ്? 300 മീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 300 മീറ്റർ ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. സോ ഇത്തരത്തിലുള്ള 3 വ്യത്യസ്ത സിനാരിയോയിലുള്ള ചോദ്യങ്ങളാണ് എവിടെ നിന്ന് ചോദിക്കാറ്? നമ്മുടെ ട്രെയിനിന്റെ കണക്കുകളിൽ നിന്ന് ചോദിക്കാറ്. ഇനി ഇതിനൊപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് കുറെ റേഷ്യോ വരുന്ന ക്വസ്റ്റ്യൻസ് മറ്റും വേറെ ഉണ്ടാകും. അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്